എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രാക്ടീസാണ്. പറയാൻ കാരണം ഇത് നമ്മുടെ മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നതിനോടൊപ്പം നമുക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കൊരു സൊല്യൂഷനും കൂടി ആവും കേട്ടോ. ഒറ്റ പ്രാക്ടീസ് ട്രൈ ചെയ്യുന്നത് വഴി നമ്മൾ ഏതൊരു ആഗ്രഹത്തിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നേടിയെടുക്കുന്നതിലൂടെയും നമ്മൾ മാനിഫെസ്റ്റേഷന് ബ്ലോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾക്ക് നമുക്ക് വ്യക്തമായൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ പ്രാക്ടീസ് മെയിൻലി അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ നമുക്ക് ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ നമുക്ക് വർക്കാകാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ടുള്ളൊരു റീസണാണ്. ഇപ്പോൾ നിങ്ങളൊരു മണി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുമ്പോൾ എത്ര പേരാണ് മാക്സിമം എമൗണ്ട് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ഒരു മാക്സിമം എമൗണ്ട് എത്ര പേരാണ് എഴുതുന്നത്? കാരണം നമ്മളിപ്പോൾ മിക്ക പേരും ചെയ്യുന്നത് മണി മാനിഫെസ്റ്റേഷനൊക്കെ വരുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും എഴുതുന്നത്. കാരണം അവരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, ഞാൻ വലിയ എമൗണ്ട് എഴുതുന്ന സമയത്ത് എനിക്കത് നേടാൻ സാധിക്കുമോ, ഞാൻ അതിന് ഡിസേർവിങ് ആണോ എന്ന് എപ്പോഴും ഒരു ചിന്തയാണ് അവരെ എല്ലാ കാര്യങ്ങൾക്കും നിന്നും അവർക്കൊരു അവരെ ഒന്ന് നമ്മളെ ഒന്ന് ബ്ലോക്ക് ചെയ്യാമെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഇത്രയൊക്കെ എനിക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ, ഞാനത് ആഗ്രഹിക്കുന്നതിൽ തെറ്റല്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ടല്ലേ. അതിനുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു തോന്നലാണ്, ഞാൻ ഡിസേർവിങ് അല്ല ഇതുപോലുള്ള കാര്യങ്ങൾക്കെന്ന്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആകണമെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ഈ ഞാൻ ഡിസേർവിങ് ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറപ്പിക്കണം. ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള പ്രാക്ടീസിന് നിങ്ങൾ എടുക്കേണ്ടത് ഒരു നോട്ട്ബുക്കും ഒരു പെന്നുമാണ്. പെന്ന് നമ്മൾ ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ആയതുകൊണ്ട് ബ്ലൂ കളർ ബ്ലൂ ഇങ്കുള്ള പെൻ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ഉപയോഗിക്കാം. കോമൺലി നമ്മൾ എനർജി അലൈൻമെൻറ്റിന് ഉപയോഗിക്കുന്ന കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. ഇനി നിങ്ങൾ എഴുതേണ്ടത് ആ ഒരു നോട്ട്ബുക്ക് തന്നെ എടുത്തോളൂ കേട്ടോ, കാരണം നമ്മൾ ഡെയിലി ബേസിസിൽ നമുക്ക് എഴുതി പോകേണ്ടതാണ്. അതിലെ ഹെഡിങ് നിങ്ങൾ കൊടുക്കേണ്ടത്, എനിക്ക് അതിവേഗം നേടിയെടുക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് എഴുതുക. അല്ലെങ്കിൽ ഞാൻ അതിവേഗം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്നൊരു ഹെഡിങ് കൊടുക്കുക. താഴെ നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട നിങ്ങളുടെ 3 ആഗ്രഹങ്ങളായിരിക്കണം. അത് വലുതുമാകാം ചെറുതുമാകാം കേട്ടോ, ഇതിൽ ലിമിറ്റില്ല. നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാരണവശാലും ഇത്രയും വലിയ ആഗ്രഹം എഴുതാൻ പാടുണ്ടോ, ഇത്രയും വലിയൊരു എമൗണ്ട് ഞാൻ എഴുതാൻ പാടുണ്ടോ എന്നൊന്നും വിചാരിക്കരുത്. ലിമിറ്റ്ലെസ് ആയിട്ട് എഴുതൂ. ഇപ്പോഴും ഹയസ്റ്റ് പ്രയോറിറ്റിയിൽ എഴുതൂ കേട്ടോ. നിങ്ങളുടെ 3 ആഗ്രഹങ്ങൾ അതിവേഗം നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളെ നമ്പർ വൈസ് 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതുക. അതിലെഴുതിയതിന് ശേഷം ഫസ്റ്റ് ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ എഴുതിയ ആ ഒരു ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിന് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് നേടാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതകളൊക്കെയാണ് നിങ്ങൾ കാണുന്നതെന്ന് എഴുതുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമായിട്ട് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിൽ ഞാൻ ഈ ജോലി നേടാൻ അർഹനാണ്, കാരണം ഞാൻ അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കുന്നു അല്ലെങ്കിൽ കഠിനമായി പരിശ്രമിക്കുന്നു. അതുപോലെ ഞാൻ ഈ ജോലി നേടാൻ അർഹനാണ്, കാരണം ഞാൻ അതിനുവേണ്ടി പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും പുതിയ പരിശ്രമങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഓരോ ഗോളിനും, നിങ്ങൾ എഴുതിയ ഓരോ ഗോളിനും മിനിമം 2 റീസൺ എഴുതുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഡിസേർവിങ്. അതുപോലെ മണി മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ, ഇത്ര രൂപ ഞാൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം പണം എന്നിലേക്ക് ധാരാളം ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ ഞാൻ എപ്പോഴും സമൃദ്ധിയെ ആഗ്രഹിക്കുന്നു. അതുപോലെ എഴുതാം, ഞാൻ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസേർവിങ് ആണെന്നുള്ളതിന് എഴുതുക.
ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങളുടെ 3 ഗോൾസ് നിങ്ങൾ എഴുതിയതിനും നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിസേർവിങ് എന്ന് മിനിമം 2 റീസൺ എഴുതുക. ഇത് സെക്കൻഡ് ഡേ നിങ്ങൾ ഈ ഗോൾസ് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഓരോ ഗോൾസിനും അടുത്ത ഡേ നിങ്ങൾ പുതിയൊരു കാരണം കണ്ടെത്തുക. ഈ ഒരു കാര്യം നേടാൻ ഞാൻ എന്തുകൊണ്ടാണ് യോഗ്യൻ എന്നുള്ളത് പുതിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം നിങ്ങൾ ആ എഴുതി വെച്ച ഗോളിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും നിങ്ങൾ ഒന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ഇതിന് യോഗ്യൻ, എന്തിനാണ് ഞാനിത് നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി എഫേർട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ള കാര്യം ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പോകുക. സമയം കുറവാണെങ്കിൽ മിനിമം ഒരു റീസണെങ്കിലും നിങ്ങൾ എഴുതുക കേട്ടോ. എഴുതിയതിന് ശേഷം ഇനി എന്ത് ചെയ്യുക, അന്നന്ന് എഴുതുന്ന കാര്യം അന്നന്ന് തന്നെ വായിക്കുക. എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ഗോൾ, എന്താണ് അതിന് എന്ത് റീസണാണ് നിങ്ങൾ എഴുതിയത്, സെക്കൻഡ് ഗോൾ എന്താണ് അതിൻ്റെ റീസൺ എന്താണ്, തേർഡ് ഗോൾ എന്താണ് അതിൻ്റെ റീസൺ. ഇത് ഡെയിലി ബേസിസിൽ നിങ്ങൾ എഴുതുക, ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആകുന്നത് വരയ്ക്കും. ആ ഒരു കാര്യം അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നേടിയെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതാൻ പറയുന്നത്. അതിലേതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകുന്ന സമയത്ത് വീണ്ടും ഇമ്മീഡിയറ്റ് ഗോൾസ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് ആ നേടിയെടുത്ത കാര്യം മാറ്റി അടുത്തൊരു കാര്യം കൂടെ ചേർത്ത് 3 എണ്ണമായിട്ട് എഴുതി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവുക. ഇതിൽ എഴുതുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു വീക്ക്ലി വൺസോ ഒക്കെ നിങ്ങൾ ആ 1 വീക്ക് എഴുതിയ ഓരോ ഡിസേർവിങ് ആയിട്ടുള്ള റീസൺസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളത് നേടാൻ എന്തൊക്കെ എഫേർട്ടാണ് ഇടുന്നത്, ഇനിയും എത്രത്തോളം എഫേർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ആഗ്രഹത്തിന് നിങ്ങൾ പരിപൂർണ്ണ യോഗ്യനാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങൾക്കുണ്ടാകും. കാരണം അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ക്ലാരിറ്റി നമ്മുടെ മനസ്സിലുണ്ടോ അത്രത്തോളം ആ കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒരു വ്യക്തമായ ക്ലാരിറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് വഴി നിങ്ങൾ എഴുതുന്നതോടൊപ്പം നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ പതിയുന്നു, നിങ്ങൾ അതിന് എന്തുകൊണ്ട് ഡിസേർവിങ് ആണെന്ന് മനസ്സിൽ പതിയുന്നു, ഒപ്പം എന്തൊക്കെ എഫേർട്ടാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാനിങ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു പ്രാക്ടീസ് ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്കേജസ് മാറാനും മനസ്സിലാഗ്രഹം നന്നായിട്ട് പതിയാനും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാനും ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഇത് തന്നെയാണ്. റൈറ്റിംഗ് പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ എഫക്റ്റ് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് നിങ്ങളുടെ ഗോൾസിനൊന്ന് എഴുതി നോക്കൂ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്കേജസും മാറും, ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിവേഗം മാനിഫെസ്റ്റ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ചെറിയൊരു പ്രാക്ടീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്ത് എഫക്റ്റാണ് ഉണ്ടായതെന്നൊന്ന് പറയുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.